ചീരയിൽ നമ്മൾ ഈ ഒരു സംഗതി ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത ഉണ്ടോ? ഇലയിൽ ഈ ചെടിയുടെ ഞരമ്പുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ബാക്കി എല്ലാ സ്ഥലവും ഒരു വെള്ള നിറത്തി വരുന്നുണ്ട്. ഇത് രോഗമൊന്നുമല്ല, ഇതൊരു ന്യൂട്രിയൻറ്റിൻ്റെ കുറവാണ്. അതായത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് കേട്ടോ. അതിൽ നമുക്ക് കിട്ടാതെ വരുന്ന ന്യൂട്രിയൻസാണ് നമ്മൾ ചെറിയൊരളവിന് മാത്രം നമ്മൾ ഇതിപ്പോൾ കാഴ്ച കഴിഞ്ഞു. കാഴ്ചയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു കത്രിക എടുക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ പച്ചക്കറി എന്തെങ്കിലും കൃഷി ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്ന എൻ്റെ കൃഷിസ്ഥലം. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഗ്രോ ബാഗിൽ പച്ചക്കറിയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ പച്ചക്കറി ചെയ്യുമ്പോൾ സംഭവം കാണിച്ചു തരാം പറഞ്ഞേ. ഇതിപ്പോൾ ഒരു തക്കാളിയാണേ. ഈ തക്കാളി ചെടി നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാവും. ഇതിലാദ്യം കുറേ തക്കാളി കാച്ചിട്ടുണ്ട്. കണ്ടോ? തക്കാളിക്ക് ഇഷ്ടം പോലെ കാച്ചിട്ടുണ്ട്. കാച്ചിട്ട് നമ്മളിത് ഈ ഒരു സെക്ഷൻ കായ്ച്ചു കഴിഞ്ഞിട്ട് അടുത്ത് കായകൾ കുറവാണ്. കണ്ടോ? ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ വഴുതന കാണിച്ചു തരാം. കണ്ടോ? ഈ വഴുതനയല്ലേ നിങ്ങൾ നോക്കി നോക്ക്. ഇതിലാദ്യം കുറേ കായ്ച്ചു. നമ്മളിതിപ്പോൾ കായ ഇപ്പോൾ പറിച്ചു. ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ. ഇതിലിപ്പോൾ കായ കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം എന്നറിയാമോ? ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു ഗ്രോ ബാഗ് ശ്രദ്ധിക്കണേ. നമ്മൾ ചെടി നടുമ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ഇത് ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലത്ത് കൂടി പോയി 3-4 കിലോ മണ്ണ് അല്ലെങ്കിൽ 5 കിലോ മണ്ണ് മാത്രമേ ഇതിൻ്റെ അത് കാണൂ. ഇതിനുള്ളിൽ നിന്നുള്ള ന്യൂട്രിയൻസൊക്കെ ആദ്യം ഇത് വലിച്ചെടുക്കും. വലിച്ചെടുത്തതിലെ ന്യൂട്രിയൻസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് വലിച്ചെടുക്കാൻ ന്യൂട്രിയൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇതിൽ ആ ഒരു സെക്ഷൻ കായ വന്നതിന് ശേഷം നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ? ഇതിലും ആദ്യത്തെ കായ കഴിഞ്ഞ് പിന്നെ കായ അധികം വലുതാകുന്നില്ല. അതുപോലെ കായ കുറവ് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ കായ വരുത്താൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് ടെക്നിക്സും കുറച്ച് ടിപ്സൊക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോണത് കേട്ടോ. അതുപോലെ നമുക്ക് ഇതിലും അത് ചെയ്യാം, വഴുതനയിൽ ചെയ്യാം. പിന്നെ നമ്മൾ ചീര, ഈ ചീര നമ്മൾ വിളവെടുത്തു കഴിഞ്ഞു. വിളവെടുത്ത ഈ ചീരയിൽ നമ്മൾ അടുത്ത് നമുക്ക് പഴയ പോലെ ചീര വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് അതും പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തക്കാളിയിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. തക്കാളി നമ്മൾ ഫസ്റ്റ് ഇതിപ്പോൾ കായ്ച്ചു കഴിഞ്ഞു. കായ്ച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കത്രിക എടുക്കുക. എടുത്തിട്ട് ഇതിൻ്റെ പഴയ ഇലയെല്ലാം കട്ട് ചെയ്യണം. ഇത് നമുക്കിതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ആ ഒരു മഞ്ഞ നിറം വന്ന ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതേപോലെ ഞാൻ ഇതിലും കട്ട് ചെയ്യണേ. ഓക്കെ, ഞാനിപ്പോൾ തക്കാളി കട്ട് ചെയ്തു. അത് നമ്മൾ ഇതിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ വഴുതനയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ കയറ് കെട്ടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമ്മളിത് ഇതുപോലെ കെട്ടി ഇങ്ങനെ തൂക്കി നിർത്തണം, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പഴയ ഇലയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്യാണ്. അതുപോലെ അനാവശ്യമായിട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മൂളങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിതിൻ്റെ ഇല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലേ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണേ ഉള്ളൂ, അതിൽ കുറച്ച് ന്യൂട്രിയൻസേ ഉള്ളൂ. അപ്പോൾ ഈ ചെടികൾ നമ്മൾ ഇലയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ നൈട്രജനാണ്. ഈ നൈട്രജനാണ് ചെടികൾക്ക് പുതിയ ഇല വളരാനും, മനസ്സിലായില്ല, അതായത് നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ കായിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന ന്യൂട്രിയൻ്റ് നൈട്രജനാണ്. അപ്പോൾ നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കാനുള്ള വളം ഇതാണ്, അതായത് യൂറിയാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഈ സംഭവം നിങ്ങൾ കണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കുറച്ചൊന്ന് ക്ലോസ് ആക്കുമോ. ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത ഉണ്ടോ? ഇലയിൽ ഈ ചെടിയുടെ ഞരമ്പുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ബാക്കി എല്ലാ സ്ഥലവും ഒരു വെള്ള നിറത്തി വരുന്നുണ്ട്. ഇത് രോഗമൊന്നുമല്ല, ഇതൊരു ന്യൂട്രിയൻറ്റിൻ്റെ കുറവാണ്. അതായത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ മണ്ണിൽ, അതായത് നമ്മൾ ഗ്രോ ബാഗിൽ വളർത്തുന്ന ചെടികൾ ഇഷ്ടംപോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഗ്നീഷ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള വളം വേറെ ഉണ്ട്, അത് മഗ്നീഷ്യം സൾഫേറ്റ് പോലുള്ള വളമുണ്ട്. അത് വാങ്ങി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഫോളിയറായിട്ട് നമുക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഇങ്ങനെ ഒരു പ്രോബ്ലമൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ചീര ഓൾറെഡി കട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ചീരയും ഇതുപോലെ കായിക വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അതിന് നൈട്രജൻ തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ നൈട്രജൻ വളം കൊടുക്കണം. പിന്നെ നമ്മൾ ഈ തക്കാളി ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് കായ്ച്ചു തുടങ്ങിയതാണ്. ഈ ചെടികൾ കൂടുതൽ കായ്ക്കാൻ വേണ്ടി, അതായത് ഈ കായ്ക്കാനുള്ള ടെൻഡൻസി അതിന് വരണമെങ്കിൽ
ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാഷാണ്. ഇപ്പോൾ നമ്മൾ പൊട്ടാഷ് കൂടെ കൊടുത്താൽ കൂടുതലായിട്ട് പുതിയ പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ന്യൂട്രിയൻസ് കൊടുക്കണമെന്ന് തന്നെ. അപ്പോൾ ന്യൂട്രിയൻസ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ഒരു മിക്സർ വളമാണേ. അപ്പോൾ ഇതിനെ ഒരു ചെടിക്ക് ഏകദേശം ഒരു 1.5 ഗ്രാം കണക്കാക്കിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് മാത്രമാണ്, ഞാൻ ഇതിൽ കൃത്യമായിട്ട് അളന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഏകദേശം ഒരു 50 ഗ്രാമാണ്. ഞാനിപ്പോൾ അപ്പോൾ ഏകദേശം ഒരു 30 ഗ്രാമിന് അടുപ്പിച്ച് ഈ ഒരു ബോട്ടിലുണ്ടായിരിക്കും. ഇത് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാൻ പാടില്ല. അപ്പോൾ ഇതിനെ ഞാനൊരു ബക്കറ്റിലോട്ട് ഇട്ടിട്ട് ഏകദേശം ഒരു 5 ലിറ്റർ വെള്ളം, ഇത് 10 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഒന്ന് അടുപ്പിച്ച് കാണിച്ച് ഓക്കെ. നമുക്കിതിൽ വെള്ളം ഒരല്പം കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു കപ്പെടുത്ത് നല്ല രീതിയിൽ ഇതിനൊന്ന് കലക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ NPK, അതായത് NPK എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഇത് 19% വീതം അടങ്ങിയിട്ടുള്ളൊരു വളമാണ്. അപ്പോൾ ഇത് ഇത് ഫോളിയർ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം പുറത്തിറക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് വേണമെങ്കിൽ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ചെയ്യാത്തത്, ഇപ്പോൾ തക്കാളിയിലൊക്കെ ഓൾറെഡി കായുണ്ട്. ഇപ്പോൾ കായ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മളത് ഫ്രൂട്ടായിട്ടും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ടിലൊക്കെ ഇതിൻ്റെ വളത്തിൻ്റെ അംശം വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുന്നതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു 3 ഗ്രാം, ഞാൻ കൊടുക്കുന്ന 3 ഗ്രാമാണ്. 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഇതേപോലെ കലക്കി നല്ല രീതിയിൽ കലക്കിയിട്ട് നമുക്ക് ഇലയിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ നോസിലുണ്ടല്ലോ നല്ല രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നല്ലൊരു ഫോഗ് വീഴുന്ന ഒരു ഫോർമാറ്റിലുണ്ടോ, ഈ ഒരു ഫോമിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കലക്കി വെച്ച ഈ വളമില്ലേ, ഇത് നമുക്ക് കൃത്യമായിട്ട് ഓരോന്നിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. ഇതിപ്പോൾ നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട്, അടിയിലൊന്നുമില്ല. നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ ഈ സാധനം ഒഴിച്ചു കൊടുക്കാനും പാടുള്ളൂ. കാരണം ഇതിൻ്റെ വേരിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ചിലപ്പോൾ വന്നേക്കാം, അങ്ങനെ വരാറൊന്നുമില്ല. എന്നാലും നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒഴിക്കുക, കൂടുതലൊന്നും ഒഴിച്ചുകള. ഇതാ ഇത്രയ്ക്ക് ഒരു 100 ml കണക്കാക്കി ഒഴിച്ചു കൊടുക്കുക. 100 150 ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു വളം മിക്സ് ചെയ്ത വെള്ളം ആയതുകൊണ്ട് ഇത് ഗ്രോ ബാഗ് എന്ന് വെളിയിൽ പോകാൻ ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത് കേട്ടോ. ഗ്രോ ബാഗിനകത്ത് തന്നെ നിൽക്കണം ഈ വെള്ളം. പിന്നെ അതുപോലെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ചീര ഉണ്ടോ, ചീരയിൽ നമ്മൾ ഈ ഒരു സംഗതി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഈ ഒരു കൃഷിയിൽ വരെ രാസവളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് രാസവളം ചേർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തോ മാരകമായ പ്രശ്നമെന്നാണ് നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും ഈ രാസവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ പച്ചക്കറികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 45 അല്ലെങ്കിൽ ഒരു 90 ദിവസം, 45 ദിവസം മുതൽ തക്കാളിയൊക്കെ കായ്ച്ചു തുടങ്ങും. ഇത് വഴുതനയൊക്കെ ഏകദേശം നട്ട് 45 ദിവസം കായ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഈ 90 ദിവസം ലൈഫുള്ള ഈ ചെടികൾക്ക് ന്യൂട്രിയൻസ് നമ്മൾ കൊടുത്തേ പറ്റൂ. ന്യൂട്രിയൻസ് എത്രത്തോളം അളവിൽ കിട്ടുമോ അതിനനുസരിച്ചിട്ടാണ് ചെടികൾ കായ്ക്കുന്നത്. ഈ രാസവളം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പേടിയാണ്. ശരിക്കും നമ്മൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രിയൻസ് കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കുക. അതിനോടൊപ്പം നമ്മൾ ഗ്രോ ബാഗിൽ പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുമ്പോൾ കൃത്യമായ അളവിൽ ജൈവവളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കുമ്മായമൊക്കെ കൃത്യമായ അളവിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൽ നമുക്ക് കിട്ടാതെ വരുന്ന ന്യൂട്രിയൻസാണ് നമ്മൾ ചെറിയൊരളവിന് മാത്രം നമ്മൾ ന്യൂട്രിയൻസ് കൊടുത്താൽ മാത്രമേ ചെടികൾ നല്ല രീതിയിൽ കായ്ക്കൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് രാസവളം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു രീതിയല്ല എൻ്റേത്. താല്പര്യമുള്ളവർക്ക് അത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ പോയിട്ട് നിങ്ങളെ കൃഷി ഒന്ന് കാണിച്ചു കൊടുക്കുക. ഏത് ന്യൂട്രിയൻ്റാണ് നിങ്ങളെ ചെടിക്ക് കുറവുള്ളതെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ നോക്കി പറഞ്ഞു തരിക. അതിനുശേഷം നിങ്ങൾ കൃത്യമായ രീതിയിൽ വളം കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഈ വളം
ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്ക് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.